ഹലോ, എല്ലാവർക്കും നമസ്കാരം. അച്ചൂസ് ഹാപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അച്ചുവിൻ്റെ മോഹിനിയാട്ടം മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജില്ലാ കലോത്സവത്തിന് വേണോ, പിന്നെ MES ഫെസ്റ്റിന് പോയി. അപ്പോൾ ഓരോ തവണ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഇതും കംപ്ലീറ്റ് ഒന്നുമല്ല, പക്ഷേ എന്നാലും ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അവിടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം. അച്ഛൻ മോഹിനിയാട്ടത്തിനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ തന്നെയാണ് മോഹിനിയാട്ടത്തിന് ഒരുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി പുരുക എഴുതുകയാണ്. പുരുക എഴുതി കണ്ണെഴുതി അങ്ങനെയാണ് ചെയ്യുന്നത്. അച്ഛനാണ് കൂടുതലും അച്ഛനെ മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ വേറെയും രണ്ട് മൂന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അച്ഛനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതലും അവളുടെ അച്ഛൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് നമുക്ക് മേക്കപ്പ് മാൻ അവൈലബിൾ അല്ല. അപ്പോൾ സുനേട്ട തന്നെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ സുനേട്ട ചെയ്യുന്നതാണ് എനിക്കും കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, സത്യേട്ടൻ. നന്നായിട്ട് ചെയ്യും അദ്ദേഹമാണ് ജില്ലാ കലോത്സവത്തിന് അച്ഛനെ ചെയ്തത്. അപ്പോൾ ഇതിന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. തലേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് വേറെ പ്രോഗ്രാം ഉള്ളത് കാരണം അദ്ദേഹത്തെ കിട്ടിയില്ല. പിന്നെ അച്ഛൻ തന്നെ ചെയ്യാമെന്ന് വെച്ചു. കുറേ സമയം ഇരിക്കണം മേക്കപ്പിന്. ഇതിപ്പോൾ കണ്ണെഴുതൽ കഴിഞ്ഞു, പുരുക എഴുതി. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. കണ്ണെഴുതുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഐലാഷ് വെക്കണം. ഐലാഷ് വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഐലാഷ് വെക്കുമ്പോഴേ ഞാനൊക്കെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തിന് അതൊന്നും ശരിയായി കിട്ടാൻ വലിയ പണിയാണ്. അതിങ്ങനെ ഒരു തടച്ചിലൊക്കെയാണ്. ജില്ലാ കലോത്സവത്തിന് ഐലാഷ് വെച്ചിട്ട് അച്ഛന് കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്താ എന്തോ ഉപയോഗിച്ചാൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് കണ്ണെരിഞ്ഞിട്ടൊക്കെ കരയുന്നുണ്ടായിരുന്നു അച്ചു. സാധാരണ അങ്ങനെ സംഭവിക്കാത്തതാണ്, പക്ഷേ ഇതെന്തോ അറിയില്ല. അപ്പോൾ അവളെന്തോ ഒരു ഗമ്മിനെന്തോ പ്രശ്നം പറഞ്ഞു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് ഐലാഷ് ഗമ്മ് തന്നെയാണ് അവളുടെ അച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് അത്ര പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഐലാഷിൽ വേറെ ഐലാഷ് ഗമ്മ് കൂടാതെ വേറെ എന്തോ ഒരു ഗമ്മും കൂടി ഉപയോഗിക്കുമ്പോഴാണ് അവൾക്ക് അന്ന് ഇഷ്യൂ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഐലാഷ് വയ്ക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ, കാരണം എൻ്റെ ഇത്തിരി ഇടുങ്ങിയ കണ്ണാണ്. പക്ഷേ അച്ഛന് ഇത്തിരി വിടർന്ന കണ്ണായതുകൊണ്ട് അവൾക്ക് അത്ര പ്രശ്നം വരുന്നുണ്ടായിരിക്കില്ല. പിന്നെ ഐലാഷ് വയ്ക്കുന്ന ഒരു കണ്ണിനൊരു എടുപ്പും കൂടിയാണ് കേട്ടോ. ഡാൻസിനൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കണ്ണിന് ഭയങ്കരമായിട്ടൊരു എടുപ്പ് കിട്ടാൻ നല്ലതാണ് ഐലാഷ് വയ്ക്കുന്നത്. അപ്പോൾ ഐലാഷിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ണിന് വെച്ചു, രണ്ടാമത്തെ കണ്ണിനും കൂടെ ഫിറ്റ് ചെയ്യുകയാണ്. ഐലാഷ് നല്ല ഭംഗിയാണല്ലേ ഐലാഷ് വയ്ക്കുമ്പോഴേ. പ്രത്യേകിച്ചും കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ അത് കൂടുതലായിട്ട് എടുത്ത് കാണിക്കാൻ ഐലാഷ് പറ്റും. ഐലാഷ് വയ്ക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഐലാഷിൻ്റെ വർക്ക്, കണ്ണിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. എന്നാലും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അത് മുടികെട്ടലായിരുന്നു കേട്ടോ. മുടികെട്ട് കൊണ്ടകെട്ടെന്ന് ഞാൻ എടുക്കാൻ എനിക്ക് വേറെയും കാര്യങ്ങളുള്ളതുകൊണ്ട് കേട്ട് കൊണ്ട കെട്ടുകയാണെന്നാണ് ഇതിന് പറയുക കേട്ടോ. മോഹിനിയാട്ടത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മുടി കെട്ടുന്നതിന്. അപ്പോൾ കൊണ്ടകെട്ടൽ കഴിഞ്ഞു. ഇനി ഓർണമെൻറ്റ്സ് വെക്കുകയാണ്. ടെമ്പിൾ സെറ്റാണ് ഇത്. നമ്മൾ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വരുത്തിച്ചത്. ടെമ്പിൾ സെറ്റ് ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. ടെമ്പിൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒറിജിനൽ വെള്ളിയിൽ ആണിത് ഉണ്ടാക്കുന്നത്. പിന്നീട് ഗോൾഡ് ആണ് കവറിങ് ചെയ്യുന്നത്. ഗോൾഡ് കവറിങ് ആണ് പിന്നീട്. ഒറിജിനൽ ഗോൾഡ് തന്നെയാണ് കവറിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ടെമ്പിൾ സെറ്റിൻ്റെ വിലയും കൂടും. ഈ അച്ചുവിൻ്റെ ഈ ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ തലയിൽ വെക്കുന്നതിനും പിന്നെ കമ്മലൊക്കെ അടക്കമുള്ളതിന് 29,500 രൂപയാണ് അന്ന് വന്നത്. പക്ഷെ ഇത് വെക്കുമ്പോൾ ഒരു പ്രത്യേക എടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കോമ്പറ്റീഷനും എന്തെങ്കിലും സ്പെഷ്യൽ ഒരു സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ടെമ്പിൾ സെറ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ സാധാരണ സെറ്റ് തന്നെയാണ് തലയിൽ ഉപയോഗിക്കാറുള്ളത്. പൂ വെച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടി, നല്ല മുല്ലപ്പൂവ് കിട്ടി. ഇത് പിച്ചി പോലത്തെ പൂവില്ലേ, നിറയെ ഇതളുകളില്ലേ, അങ്ങനത്തെ പൂവാണ് കിട്ടിയത്. അത് കണ്ടതിൻ്റെ ഉള്ളിലും കൂടെ വെച്ചു. ഇപ്പോൾ ഡ്രസ്സ് ഇടലും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അച്ചുവിൻ്റെത്. ഡ്രസ്സൊക്കെ ഇട്ടു, ബെൽറ്റ് കെട്ടി, മാല ഇട്ടു. ഇത് ഗുരുവായൂരപ്പൻ്റെ ഒരു ലോക്കറ്റാണ്. ഈ വർഷം ഞാൻ ഞങ്ങളുടെ പേരും കൂടെ എൻ്റെ മോഹിനിയാട്ട കച്ചേരിക്ക് ഗുരുവായൂർ പോയപ്പോഴേ അവിടെ നിന്ന് വാങ്ങിയതാണ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ്. തിരുവാതിരയ്ക്കും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഷോപ്പുള്ളതല്ലേ, ഷോപ്പിൽ വെച്ചു. അപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിയിരുന്നു ഇങ്ങനെ അച്ചുവിന് വെക്കാൻ വേണ്ടിയിട്ട്. അച്ചുവിന് പിന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയിരുന്നു.
അപ്പോൾ അത് വെച്ചു. പിന്നെ നെക്ലസ് ഞങ്ങൾ ഈ ഒരു പാലക്കാമാല അച്ചുവിനായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഈ വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല കോസ്റ്റ്ലിയാണ് ആ പാലക്കാമാല. ഇപ്പോൾ ഇത് പൊട്ടിട്ടു, കുറി വരച്ചു. ചന്ദനക്കുറി വേണം. ചിലപ്പോൾ യെല്ലോ ഉപയോഗിക്കാറുണ്ട്, വൈറ്റ് ഉപയോഗിക്കാറുണ്ട് കുറിയായിട്ട് കേട്ടോ. കുറിയുടെ അടിയിൽ പൊട്ടിൻ്റെ അടിയിലൊരു കുത്തൊക്കെ വയ്ക്കുകയാണ് അച്ഛൻ, ഒന്ന് സുന്ദരിയാക്കുകയാണ്. ഇനി അൽത്തടലാണ്. അൽത്ത കാലിലും കയ്യിലൊക്കെ. എനിക്ക് അൽത്തടണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അൽത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഡാൻസ് കുട്ടിയായിരുന്നപ്പോഴൊക്കെ, കുട്ടിയല്ല ഇപ്പോഴും ആ ഒരു ഇഷ്ടമുണ്ട്. അൽത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഉറച്ചൊന്നും കളയില്ല. എനിക്ക് കാലിൽ അൽത്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്തെന്നൊക്കെ ഒരു 4 ആൾ അറിയൂല. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ അൽത്തിടുന്നതിലൂടെ കിട്ടും. ഞാൻ അങ്ങനെ കഴുകി കളയൊന്നുമില്ല. അൽത്ത പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല സ്കിന്നിന്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ കാലിൽ അൽത്തിട്ട് കഴിഞ്ഞു. അടുത്തത് കയ്യിലാണ്. കയ്യിൽ റൗണ്ട് വരയ്ക്കും, അത്രയേ ഉള്ളൂ ചെയ്യുന്നത്. പിന്നെ വിരലുകളിലോടും. ഈ വള അച്ചുവിനിപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കണ്ടപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ വള അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. നമ്മൾ ഭരതനാട്യ ഓർണമെൻറ്റ്സിനോട് ഇത്തിരി യോജിച്ച് പോകുന്ന രീതിയിലുള്ളൊരു വളയാണ്. മോഹിനിയാട്ടത്തിനാണ് ഈ വള ഉപയോഗിച്ചത്. ഭരതനാട്യത്തിൽ നമ്മൾ സാധാരണ വേറെ ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വളകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ മോഹിനിയാട്ടത്തിന് ഭരതനാട്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇത് മോഹിനിയാട്ടത്തിന് ആ ഡ്രസ്സിനൊന്നും കൂടെ സ്യൂട്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഉപയോഗിച്ചു എന്ന് മാത്രം. നല്ല ഭംഗിയുള്ള വളയാണ്. പേളൊക്കെ വെച്ചിട്ടുള്ള, പേളും സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള വളയാണ്. റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ സാധനങ്ങൾ ഞാനന്ന് വാങ്ങിയിരുന്നു, അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിയതാണ്. വിരലുകളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരൽ ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് കവർ ചെയ്യും. അച്ഛൊരു മോതിരം കൂടെ വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് മേക്കപ്പ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. സുന്ദരിയായിട്ടില്ലേ അച്ചു? അപ്പോൾ ശരിക്കുന്നതാണ്. ഇതാണ് വളകൾ കേട്ടോ. നല്ല ഭംഗിയില്ലേ വളകൾ? അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വളകളാണ്. അപ്പോൾ അച്ചുവിൻ്റെ ഫുള്ള് മേക്കപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചതാണ്. പോട്ടെ.